എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കങ്ങളും 7 കിലോ പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുണ്ടന്നൂർ സുന്ദരാക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റില്ല യാത്ര പതിവാകുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഭൂരിഭാഗം ബസ്സുകളിലും ടിക്കറ്റ് നൽകുന്നില്ല. പരിശോധന പേരിന് മാത്രം. ഇറിഡിയം തട്ടിപ്പിൽ പോലീസിന് ലഭിച്ചത് 2 പരാതികൾ മാത്രം. തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് ചിലർ വാഗ്ദാനം നൽകിയതായി സൂചന. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കങ്ങളും 7 കിലോ പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ പുഴയ്ക്കൽ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ചാക്കുകളിലാക്കി പടക്കവും പൊട്ടാസ്യം ക്ലോറേറ്റും സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ സുന്ദരാക്ഷനെ അറസ്റ്റ് ചെയ്തു. 3 മാസം മുമ്പ് ഇവിടെ നിന്ന് വെടിക്കെട്ട് സാമഗ്രികൾ പിടികൂടിയിരുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് സുന്ദരാക്ഷൻ ഓലപ്പടക്കം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നത്. വിഷുവിന് വിൽപ്പന നടത്തുവാനാണ് ഓലപ്പടക്കം സൂക്ഷിച്ചിരുന്നത്. ഇൻസ്പെക്ടർ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പടക്കം പിടിച്ചെടുത്തത്. എസ്ഐമാരായ PS സുമൻ, PV പ്രദീപ്, പോലീസ് ഓഫീസർമാരായ K സഗുൻ, സുബിൻ, സുധി, മനു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. കുണ്ടായിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ച തൊഴുത്തിനോട് ചേർന്നാണ് ക്യാമറ സ്ഥാപിച്ചത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പാടിയോട് ചേർന്നുള്ള തൊഴുത്തിൽ കെട്ടിയ പശുക്കുട്ടിയെയാണ് കഴിഞ്ഞ രാത്രിയിൽ പുലി ആക്രമിച്ചത്. ഇവരുടെ തൊഴുത്തിൽ 3ാം തവണയാണ് പുലിയിറങ്ങി പശുക്കളെ ആക്രമിച്ചത്. 2 മാസം മുമ്പ് ഇതേ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇവരുടെ പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. ഇതേ തുടർന്ന് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പുലിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. പ്രദേശത്ത് നിരന്തരം പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം തുടർ നടപടികൾ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് വനംവകുപ്പ്. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങരയിൽ വനംവകുപ്പ് എത്തിച്ചിരിക്കുന്ന കെണിക്കൂട് പ്രവർത്തന സജ്ജമായി. കോതമംഗലത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം കൂട് കൊണ്ടുവന്നത്. പ്രത്യേക അറയിൽ നായയെ കെട്ടിയിട്ടാണ് പുലിയെ കൊടുക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള മറ്റൊരു കൂടും ഇവിടേക്ക് കൊണ്ടുവരും. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. ഇതിനിടെ ചിറങ്ങര, വഴിച്ചാൽ, മംഗലശ്ശേരി എന്നിവിടങ്ങളിലായി സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ 2ാം തവണയും പരിശോധിച്ചുവെങ്കിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം രാത്രിയും ചില പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചു. 2 സ്ഥലത്തെയും കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ കുറുക്കന്റേതാണെന്ന് വ്യക്തമായി. ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റില്ല യാത്ര പതിവാകുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഭൂരിഭാഗം ബസ്സുകളിലും ടിക്കറ്റ് നൽകുന്നില്ലെന്ന് പരാതി. തൃശൂർ റൂട്ടിൽ ബഹുഭൂരിപക്ഷം ബസ്സുകളിലും യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കാറില്ല. ഗ്രാമീണ മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന പല ബസ്സുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകണമെന്ന നിയമമുണ്ടെങ്കിലും അത് പാലിക്കാൻ ബസ് ഉടമകളും ജീവനക്കാരും തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളതൊരു നിയമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പല ബസ്സുകളിലും ഒരു ടിക്കറ്റ് കൊടുക്കാത്തൊരു പ്രവണതയുള്ളത്. നമ്മൾ ചോദിക്കുമ്പോൾ അവരിൽ ടിക്കറ്റ് ഇല്ല, നിങ്ങൾ അതേ പൈസ തന്നെ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ പൈസ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എത്രയാണ് അതിൻ്റെ ചാർജ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്നത് വാങ്ങി വെക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് എത്രയാണ് ചാർജ് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അവർ കൊടുക്കുന്നത് വാങ്ങുക, ടിക്കറ്റ് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുക, ഇനി അത് പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കി ചിരിച്ചുകൊണ്ട് പോവുക എന്നുള്ള സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അടിയന്തര ശ്രദ്ധ ഉണ്ടാകണം, അടിയന്തര നടപടി ഉണ്ടാകണം. നിർബന്ധപൂർവ്വം ടിക്കറ്റ് ആവശ്യപ്പെടുന്ന യാത്രക്കാരെ ബസ് ജീവനക്കാർ പരിഹസിക്കുകയാണ് പതിവ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നടക്കുന്ന ദിവസങ്ങളിൽ ബസ്സുകളിൽ ടിക്കറ്റ് മെഷീൻ പ്രത്യക്ഷപ്പെടും. പരിശോധന കഴിയുന്നതോടെ ടിക്കറ്റ് അപ്രത്യക്ഷമാകുകയും ചെയ്യും. യാത്രക്കിടയിൽ അസൗകര്യങ്ങളുണ്ടായാൽ പരാതിപ്പെടണമെങ്കിൽ ടിക്കറ്റ് കൂടിയേ തീരൂ. അപകടങ്ങൾ സംഭവിച്ചാൽ യാത്രക്കാരന് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ബസ് ടിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ടിക്കറ്റ് യാത്രക്കാരൻ്റെ അവകാശമാണെന്നിരിക്കെ അത് നിഷേധിക്കുന്നത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയായി മാറുകയാണ്. TCV കൊടുങ്ങല്ലൂർ.
ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിൽ ലഭിച്ചത് 2 പരാതികൾ മാത്രം. മാപ്രാണം സ്വദേശിയും പൂമംഗലം സ്വദേശിനിയുമാണ് പരാതി നൽകിയിരിക്കുന്നത്. തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു നൽകാമെന്ന് ചിലർ വാഗ്ദാനം നൽകിയതാണ് പരാതികൾ കൂടുതൽ കൊടുക്കാത്തതിന് കാരണമെന്നാണ് സൂചന. ബാങ്കുകളിലെ ഡെഡ് മണി, ഇറിഡിയം ലോഹം തുടങ്ങിയവയിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം നൽകാമെന്ന് പറഞ്ഞ് ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. പെരിഞ്ഞനം സ്വദേശി ഹരിസ്വാമിയുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിസ്വാമിക്കും 2 സ്ത്രീകൾക്കുമെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നും 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി ചിറനെല്ലൂർ പുത്തൻപീടികയിൽ യൂസഫ് അലി, മാടക്കത്തറ സൂര്യാനഗറിൽ രായമരക്കാർ വീട്ടിൽ ഷമീർ സോനു എന്നിവരാണ് അറസ്റ്റിലായത്. യൂറോപ്യൻ രാജ്യങ്ങളായ ജോർജിയ, ബൾഗേറിയ, റഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്യുകയും വൻതുക നിരവധി ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ചിലർക്ക് വിസിറ്റിംഗ് വിസ മാത്രം അനുവദിക്കുകയും ചെയ്തു. വിസയ്ക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ട എറണാകുളം കൈപ്പത്തൂർ സ്വദേശി ദീപകിന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തി 2 പേരെ അറസ്റ്റ് ചെയ്തത്. യൂറോപ്പിന്റെ രാജ്യങ്ങളിലേക്ക് ആളുകളെ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർക്ക് പിന്നിൽ വൻ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കുന്നംകുളം SHO UK ഷാജഹാൻ പറഞ്ഞു. മാളയിൽ കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചെന്തുരുത്തി അറക്കപ്പറമ്പിൽ 58 വയസ്സുള്ള രവിയാണ് മരിച്ചത്. മാള KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് കൃഷ്ണൻകോട്ട റോഡിലായിരുന്നു സംഭവം. പൊയ്യ ഭാഗത്തുനിന്ന് എതിർദിശയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാറാണ് ഇടിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. മാളയിലെ ദന്തൽ ക്ലിനിക്കിലെ ജീവനക്കാരനായിരുന്ന രവി സ്ഥാപനം തുറന്ന ശേഷം ചെന്തുരുത്തിയിലെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം. ഗുരുവായൂർ തമ്പുരാൻപടിയിൽ ഓടിക്കൊണ്ടിരുന്ന പെട്രോൾ ടാങ്കർ ലോറിക്ക് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. കൊച്ചി ഇരുമ്പനത്ത് നിന്ന് 12,000 ലിറ്റർ പെട്രോളുമായി പോയിരുന്ന ടാങ്കറിന്റെ മുകളിലേക്കാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. ടാങ്കറിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. 25,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഡ്രൈവർ പറഞ്ഞു. തമ്പുരാൻപടി അന്നൂർ റോഡിൽ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായ മരങ്ങളുടെ കൊമ്പുകൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി വെച്ചാൽ ഫുൾ പെട്രോൾ വണ്ടീന്. ഈ സാധനം വരുമ്പോൾ ഏതാണ്ട് 100 അടി മുകളിൽ നിന്നാണ് ഈ ചില്ല വീഴുന്നത്. ഒരു 100 പരം വാങ്ങിയുണ്ട്. എന്താ സംഭവിച്ചത്? വണ്ടി കയ്യിൽ നിന്ന് ഒന്ന് പാളി. ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ സംഭവത്തിന് മനസ്സിലാവില്ല. 100 അടി മുകളിൽ നിന്ന് വീഴുന്നത്. അതിൻ്റെ 2 ദിവസം മുമ്പാട് ഇതുപോലെ ഒരു ചില്ല വീണെന്ന് പറയുന്നുണ്ട്. ഇനിയും അതിന് ഇഷ്ടംപോലെ വാങ്ങി കിലോളം നിൽക്കുന്നുണ്ട് റോഡിലേക്ക്. ഇത് ഒന്നാലത് ആരെങ്കിലും കൊണ്ട് മുറിപ്പിച്ച് എന്തെങ്കിലും ചെയ്യണം. ഇതിപ്പോൾ ഇതായ കാരണമല്ല, 2 വീലറിന് അയാളുടെ പണി കഴിയും. ശരിക്കും പെരിങ്ങാടപ്പുഴ വനവൽക്കരണ വിജ്ഞാപനമിറങ്ങിയ സാഹചര്യത്തിൽ നിലപാടെടുക്കുവാൻ ശനിയാഴ്ച തൃശൂർ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. കാടുമായി ഒരു ബന്ധവുമില്ലാത്ത പുഴയെ സംരക്ഷിത വനമാക്കി മാറ്റാൻ വനംവകുപ്പ് പുറത്തിറക്കിയ കരട് വിജ്ഞാപനം തീരദേശവാസികളെ ഊരാക്കുടുക്കിലാക്കിയെന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. സബ്മിഷൻ സംബന്ധിച്ച് മുരളി പെരുന്നെല്ലി MLAയും വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ വിശദീകരണം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിലാണ് ഉന്നതതല യോഗം ചേരുമെന്നറിയിച്ചത്. തീരദേശ സംരക്ഷണ സമിതിയും വിവിധ സംഘടനകളും MLA ഓഫീസ് മാർച്ചടക്കം നിരവധി പ്രതിഷേധ പരിപാടികളും കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തിയിരുന്നു. അഴീക്കോട് കടലിൽ അവശനിലയിൽ തൊഴിലാളികൾക്ക് ലഭിച്ച കടൽപക്ഷിക്ക് കരയിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. 35 നോട്ടിക്കൽ മൈലകലെ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മാസ്ക്ഡ് ബൂബി ഇനത്തിൽപ്പെട്ട പക്ഷിയെ കഴിഞ്ഞ ദിവസം ലഭിച്ചത്. പറക്കാൻ കഴിയാതായ പക്ഷിയെ തൊഴിലാളികൾ വനംവകുപ്പിന്റെ റെസ്ക്യൂവർമാരായ കണ്ണൻ അഷ്ടപതി, താഹിർ അഴീക്കോട് എന്നിവർക്ക് കൈമാറുകയായിരുന്നു. കൊടുങ്ങല്ലൂർ വെറ്റിനറി പോളിക്ലിനിക്കിൽ സർജൻ ഡോക്ടർ അലക്സ് കിടങ്ങൻ നടത്തിയ പരിശോധനയിൽ പക്ഷിക്ക് ഡയേറിയ ബാധിച്ചതായി കണ്ടെത്തി. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പക്ഷിയെ കടലിൽ വിട്ടയക്കുമെന്ന് കണ്ണൻ അഷ്ടപതി പറഞ്ഞു.
അഴീക്കോട് ഫിഷിംഗ് ലാൻഡിൽ നിന്നാണ് ഈ ദേശാടന പക്ഷിയെ കിട്ടിയിട്ടുള്ളത്. ഫിഷിങ്ങിന് പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്ന് ലഭിക്കുകയും അവരതിനെ കൊണ്ടുവന്ന് ഫിഷിംഗ് ലാൻഡിൽ ഇറക്കുകയാണ് ചെയ്തത്. കൊടുങ്ങല്ലൂരിലെ റെസ്ക്യൂവർമാരെന്നുള്ള നിലയ്ക്ക് അഴീക്കോടുള്ള താഹിറിനെയും എന്നെയും വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയി അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരികയും ഇന്ന് വെറ്റിനറി ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ സുന്ദരത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. ഡോക്ടറുടെ അഭിപ്രായത്തിൽ അതിന് ഡയറിയ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ട മരുന്നെല്ലാം അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനെ പൂർണ്ണ ആരോഗ്യവാനാക്കി കടലിൽ റിലീസ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കാർ ലോണുമായി ബന്ധപ്പെട്ട് വ്യാജരേഖയുണ്ടാക്കി പുതുക്കാട് സ്വദേശിയുടെ 2.5 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത പ്രതി അറസ്റ്റിൽ. മരത്താക്കര സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ ഷാരൂഖാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കൊളങ്ങര പറമ്പിൽ രതീഷിനെയാണ് ലോൺ അടച്ചു തീർത്ത വ്യാജരേഖ തയ്യാറാക്കി ഇയാൾ പണം തട്ടിയത്. ഷാരോൺ രതീഷിന് കാർ ലോൺ ശരിയാക്കി നൽകിയിരുന്നു. ഇതിന്റെ EMI മാസം തോറും രതീഷിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പിടിച്ചിരുന്നു. ഇതിനിടെ ലോൺ ക്ലോസ് ചെയ്താൽ 60,000 രൂപ ലാഭമുണ്ടാകുമെന്ന് പറഞ്ഞ് ഷാരോൺ വിളിച്ചതിനെ തുടർന്ന് 2 തവണകളായി 2.5 ലക്ഷം രൂപയോളം രതീഷ് ഷാരോണിന് നൽകിയിരുന്നു. പണം കൈപ്പറ്റിയ ശേഷം ഈ തുക ബാങ്കിൽ അടച്ചുവെന്ന് പറഞ്ഞ് വ്യാജമായി തയ്യാറാക്കിയ ബാങ്ക് സ്ലിപ്പിന്റെ കോപ്പിയും NOCയും ഷാരോൺ രതീഷിന് നൽകുകയായിരുന്നു. പിന്നീട് കാർ ലോണിന്റെ EMI അടയ്ക്കുന്നതിനായി രതീഷിന്റെ ഫോണിൽ മെസ്സേജ് വന്നപ്പോഴാണ് തട്ടിപ്പ് നടന്നതായി മനസ്സിലായത്. പുതുക്കാട് SHO V സജീഷ് കുമാർ, SI N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നന്ദിലത്ത് ചന്തു ചെരഞ്ഞു 24 വയസ്സായിരുന്നു. ചന്ദ്രൻ നന്ദിലത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. ഹൃദയാഘാതമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മോഴ വിഭാഗത്തിൽപ്പെട്ട ആനയാണിത്. ആനയെ കോടനാട് പെരുന്തോട്ടിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. വെള്ളിയാഴ്ചയാണ് ആന ചെരിഞ്ഞത്. പറപ്പൂക്കര നെടുമ്പാളിൽ വെച്ചായിരുന്നു അന്ത്യം. ചാലക്കുടി സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരുമ്പശ്ശേരി സ്വദേശികളായ പുതുവീട്ടിൽ വിശാഖ്, ഓടയിൽ വീട്ടിൽ ആബിദ്, മഠത്തിൽ വീട്ടിൽ സജീഷ്ണു എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട കാഞ്ഞിരത്തോൾ ഷാപ്പിന് സമീപം കഴിഞ്ഞ ദിവസം കൊരുമ്പിരിശ്ശേരി സ്വദേശിയായ കുമ്പളത്ത് പറമ്പിൽ വീട്ടിൽ ജിനിൽ എന്നയാളെ കരിങ്കല്ലുകൊണ്ടും മരവടികൾ കൊണ്ടും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. പിടിയിലായ വിശാഖും ആബിത്തും സജീഷ്ണുവും ലഹരി കച്ചവടം നടത്തുന്നുണ്ടെന്നുള്ള വിവരം ജിനീഷ് മുമ്പ് പോലീസിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യത്താലാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് കോടതിയിലെ ജീവനക്കാർ ഇഫ്താർ വിരുന്ന് നടത്തി. മജിസ്ട്രേറ്റ് RA ഷെറിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും ഡ്യൂട്ടി പോലീസുകാരും ഉൾപ്പെടെ 22 പേരാണ് നോമ്പ് നോറ്റ് ഇഫ്താർ നടത്തിയത്. പതിവായി റംസാൻ നോമ്പ് നോൽക്കുന്ന മുസ്ലിം മതവിശ്വാസികളായ 2 ജീവനക്കാർക്കൊപ്പം മറ്റുള്ളവരും നോമ്പ് നോൽക്കുകയായിരുന്നു. അനുഗ്രഹത്തിന്റെ നിലാവ് പരത്തി റമദാൻ മാസത്തിലെ അവസാന 10 വന്നണഞ്ഞു. ആയിരം മാസം സൽക്കർമ്മങ്ങൾ ചെയ്തതിന്റെ പുണ്യവുമായി ലൈലത്തുൽ ഖദ്ർ വന്നിറങ്ങുന്നത് അവസാന 10 നാളുകളിലാണെന്നാണ് വിശ്വാസം. അവസാന 10 ഒറ്റയക്ക ദിവസങ്ങളുടെ രാവിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് മാലാഖമാർ ഭൂമിയിൽ വന്നിറങ്ങും. ആ രാവിൽ പ്രാർത്ഥനയും സൽക്കർമ്മങ്ങളുമായി കഴിയുന്നവർ പുണ്യത്തിന്റെ മഴയിൽ നനയും. പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമദാനിലെ അവസാന 10 അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ അവസാന 10 നാളുകൾ പുണ്യം കൊയ്തെടുക്കാനുള്ള നാളുകളാണ്. TCV കൊടുങ്ങല്ലൂർ. വൈദ്യുതി ഉപയോഗം കുറയ്ക്കൂ, വൈദ്യുതി ബില്ലിൽ ലാഭം നേടൂ എന്ന സന്ദേശവുമായി രാത്രികാല വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന നിർദ്ദേശവുമായി KSEB. കടുത്ത വേനലിൽ വൈദ്യുതി ഉപയോഗം കൂടിയ സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. ഉയർന്ന തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈകിട്ട് 6-ന് ശേഷം ഒഴിവാക്കണമെന്ന് KSEB അധികൃതർ അറിയിച്ചു. പകൽ സമയത്തേക്ക് വൈദ്യുതി ഉപയോഗം മാറ്റിയാൽ വൈദ്യുതി ബില്ലിൽ 35% വരെ ലാഭം നേടാം. പ്രതിമാസം 250 യൂണിറ്റിലധികം ഉപയോഗമുള്ളവർക്ക് വൈകിട്ട് 6-ന് ശേഷമുള്ള പീക്ക് മണിക്കൂറുകളിൽ 25% അധിക നിരക്ക് ബാധകമാണ്. രാവിലെ 6-നും വൈകിട്ട് 6-നും ഇടയിൽ 10% കുറവ് നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുമെന്നും KSEB അറിയിപ്പിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക യഥാസമയം നൽകാത്തതിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ
മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി VA ഷാജു, KGOU ജില്ലാ കമ്മിറ്റി അംഗം KP ഗിരീഷ്, KGNU ജില്ലാ സെക്രട്ടറി KV റീന, NGO വനിതാ ഫോറം കൺവീനർ KS മീര തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ദേശീയപാതയുടെ സർവീസ് റോഡരികിൽ മാലിന്യം ചാക്കുകളിലാക്കി തള്ളിയ ഭക്ഷണശാല നടത്തിപ്പുകാരിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിഴ ഈടാക്കി. കൊടകര പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി പൊതുയിടങ്ങളിലും ദേശീയപാതയോരത്ത് നടത്തിയ മെഗാ ശുചീകരണത്തിനിടയിലാണ് മാലിന്യ ചാക്കുകൾ കണ്ടെത്തിയത്. ആരോഗ്യ പ്രവർത്തകരടങ്ങിയ വിജിലൻസ് സ്ക്വാഡ് ചാക്കുകൾ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മാലിന്യം തള്ളിയവരെക്കുറിച്ചുള്ള സൂചന നൽകുന്ന രേഖകൾ ലഭിച്ചത്. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അറിയിച്ചു. പഞ്ചായത്ത് പരിധിയിൽ മാർച്ച് മാസത്തിൽ മാത്രം മാലിന്യങ്ങൾ കത്തിച്ചതിനും വലിച്ചെറിഞ്ഞതിനുമായി 65,000 രൂപ പിഴ ഇനത്തിൽ ഈടാക്കിയിട്ടുള്ളതായി പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായരും അറിയിച്ചു. K കരുണാകരൻ സ്റ്റഡി സെന്റർ പുന്നയൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി വനിതാ സംഗമവും റംസാൻ കിറ്റ് വിതരണവും നടന്നു. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുബൈദ പാലക്കൽ അധ്യക്ഷത വഹിച്ചു. കോവിഡാനന്തരം അതിജീവിച്ച 100 മലയാളികളിൽ റീബിൽഡേഴ്സ് ഓഫ് കേരള ബുക്കിൽ ഉൾപ്പെട്ട മുജീബ് പുളികുന്നത്തിനെയും വേൾഡ് ഗിന്നസ് റെക്കോർഡർ പ്രസന്ന കുമാരിയെയും ആദരിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത്, പുന്നയൂർ മണ്ഡലം പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ, UDF ചെയർമാൻ ഷാനവാസ്, കരീം കരിപ്പോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് വ്യാഴാഴ്ച ഡൽഹിയിൽ നടക്കുന്ന കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലയോര ജാഥയ്ക്ക് കിള്ളിമംഗലത്ത് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്താണ് ജാഥ നയിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഷാജി ആനിത്തോട്ടം, ബിജു ആന്റണി, ജോളി അഗസ്റ്റിൻ, റജില മംഗലത്ത്, സജി ജോസഫ്, കിള്ളിമംഗലം മുരളി വരവൂർ, സുരേഷ് മുള്ളൂർക്കര, ശ്രീധരൻ, ഗോപി, ലിജിൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണിയിൽ തുടങ്ങുന്ന ആക്സിന്റെ ജില്ലയിലെ 18ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും ഞായറാഴ്ച വൈകിട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ആക്സ് കാഞ്ഞാണി ബ്രാഞ്ച് പ്രസിഡന്റ് BR ജേക്കബ്, സെക്രട്ടറി ഡോക്ടർ ആന്റണി വർക്കി, വൈസ് പ്രസിഡന്റുമാരായ പീതാംബരൻ താരമ്പത്ത്, സിജോ കുണ്ടുകുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക ഗ്ലോക്കോമ വാരാചരണ ഭാഗമായി കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നേത്രരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PM പ്രമീള റാണി, ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജിമോൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അർബുദ രോഗം ബാധിച്ച നിർധന യുവാവ് ചികിത്സയ്ക്ക് സുമനസുകളുടെ കാരുണ്യം തേടുന്നു. കൊടകര 1-ാം വാർഡിലെ പൈങ്കിലാത്തുമേത്തിൽ ശ്രീധരന്റെ മകൻ 39 വയസ്സുള്ള രഞ്ജിത്താണ് കാരുണ്യമതികളുടെ സഹായം തേടുന്നത്. മാതാപിതാക്കളും ഭാര്യയും 2 ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന രഞ്ജിത്ത് രോഗിയായതോടെ നിത്യവൃത്തിക്ക് പോലും വിഷമിക്കുകയാണിവർ. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന രഞ്ജിത്ത് ഇപ്പോൾ മലാശയ ക്യാൻസറിന്റെ 2ാം ഘട്ടത്തിലാണ്. ശസ്ത്രക്രിയയിലൂടെ രഞ്ജിത്തിനെ രക്ഷിക്കാനാവുമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഇതിനാവശ്യമായ തുക കണ്ടെത്താനാകാതെ വലയുകയാണ് കുടുംബം. ചികിത്സയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കുന്നതിനായി വാർഡംഗം പ്രിനല ഗിരീഷിന്റെ അധ്യക്ഷതയിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ ബാങ്കിന്റെ കൊടകര ബ്രാഞ്ചിലെ 17700000854000 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ദേശീയപാത കയ്പമംഗലം കാളമുറിയിൽ സ്കൂട്ടർ യാത്രക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. എടമുട്ടം പടിഞ്ഞാറ് കഴിമ്പ്രം സ്വദേശി തോട്ടുപറമ്പത്ത് 58 വയസ്സുള്ള സജീവനാണ് മരിച്ചത്.
സ്കൂട്ടറിൽ വരികയായിരുന്ന സജീവന്റെ സ്കൂട്ടറിൽ ഇതേ ദിശയിൽ വന്നിരുന്ന കണ്ടെയ്നർ ലോറി തട്ടാൻ പോയതിനെ തുടർന്ന് കണ്ടെയ്നർ ലോറി ജീവനക്കാരനുമായ സജീവൻ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഈ സമയം അതുവഴി വന്നിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തർക്കത്തിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ സജീവൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറിയാട് മാടവന മിലാക്കുദ്ദീൻ മദ്രസയ്ക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. PM മുഹമ്മദ് ഹൈദ്രൂസ്, മഹല്ല് പ്രസിഡന്റ് PM മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ ചേർന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് അൽതാഫ് അബ്രാറി, മഹല്ല് സെക്രട്ടറി ഫാറൂഖ്, സദർ മുഅല്ലിം ഇബ്രാഹിം സുഹരി, കമ്മിറ്റി അംഗങ്ങളായ മുസമ്മിൽ ബൈജു, ഷരീഫ്, സിറാജുദ്ദീൻ മുസ്ലിയാർ, നജീബ്, റഹീം, അബ്ദുറഹ്മാൻ, റിയാസ്, ട്രഷറർ മുഹമ്മദ് നിസാർ എന്നിവർ പങ്കെടുത്തു. وعلى آل سيدنا محمد اللهم انزل സുന്നി കൾച്ചറൽ സെന്റർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇഫ്താർ സംഗമം നടത്തി. രക്ഷാധികാരി സയ്യിദ് ഷംസുദ്ദീൻ സുഹരി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്യാംകുമാർ, ചെയർമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, ഇമാം അബ്ദുൽ അസീസ് നിസാമി, മഹല്ല് പ്രസിഡന്റ് NA റഫീഖ്, സുന്നി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി, മഹല്ല് സെക്രട്ടറി NM ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് നയിക്കുന്ന തൃശൂർ ജില്ലാ മലയോര ജാഥയ്ക്ക് കോടാലിയിൽ സ്വീകരണം നൽകി. 1972 വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യുക, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യനെയും കൃഷിയെയും രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലയോര ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ജോസി മാണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ, ബേബി നെല്ലിക്കുഴി, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, PI മാത്യു, OP ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയുള്ള സമരമാണ്. കേരള കാറ്ററിംഗ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനവും ഇഫ്താർ സംഗമവും ചെറുതുരുത്തിയിൽ നടന്നു. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ചന്ദ്രബോസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ്, PA അസീസ്, ശശി ആതിഥേയ, സുരേഷ് മോഡേൺ, ഇന്ത്യ സഫ്രോൺ, റഷീദ് സഖാഫി വെട്ടിക്കാട്ടിരി തുടങ്ങിയവർ സംസാരിച്ചു. TB ചന്ദ്രബോസിനെ പ്രസിഡന്റായും ഗഫൂർ ആറ്റൂരിനെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായി PM അസീസ് എന്നിവരെ തെരഞ്ഞെടുത്തു. തിരുവല്ലാമല ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം എഴുത്തുകാരി മാനസി നിർവഹിച്ചു. P രാജൻ, K കൃഷ്ണൻകുട്ടി, കമ്മിറ്റി പ്രസിഡന്റ് AV സുരേഷ്, സെക്രട്ടറി M സന്തോഷ്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 18 മുതൽ 24 വരെയാണ് പൂജാ മഹോത്സവം. ഈ കർത്തവ്യമാണ് ഈ 10-15 വരുന്ന അന്തിക്കാട് വടക്കേക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് നിർമ്മൽ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കുണ്ടിൽ മല്ലിശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കൽപ്പമംഗലം വിനോദ് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാസാംസ്കാരിക സന്ധ്യ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷനായി. പലപ്പോഴും പപ്പനും രമേശിന്റെ ഔപചാരികമായിട്ട് നിർവഹിച്ചെടുക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഇന്ന് 3 ഉണ്ടാവണം. അതിനുശേഷം ഉണ്ട് എല്ലാവരും ക്ഷേത്ര ചടങ്ങ് വിമാനയാത്ര സാധ്യമായതിന്റെ സന്തോഷത്തിൽ മാള കുഴൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കുഴൂർ പഞ്ചായത്തിലെ തുമ്പരശ്ശേരി 3-ാം വാർഡിലുള്ള 22 തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് സേലത്തേക്ക് വിമാനയാത്ര നടത്തിയത്. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയന്റെ വാഗ്ദാനമായിരുന്നു ഇവരുടെ വിമാനയാത്ര സാധ്യമാക്കിയത്.
തൊഴിലുറപ്പ് ജോലിയിൽ ആദ്യം 100 ദിവസം പൂർത്തിയാക്കുന്ന വാർഡിൽ നിന്നുള്ളവർക്കാണ് ഈ വാഗ്ദാനം നൽകിയിരുന്നത്. ഇവരുടെ തിരിച്ചുള്ള യാത്ര രാത്രി തീവണ്ടിയിലായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,270 രൂപ, പവന് 66,160 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കങ്ങളും 7 കിലോ പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുണ്ടന്നൂർ സുന്ദരാക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റില്ലാ യാത്ര പതിവാകുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഭൂരിഭാഗം ബസ്സുകളിലും ടിക്കറ്റ് നൽകുന്നില്ല. പരിശോധന പേരിന് മാത്രം. ഇറിഡിയം തട്ടിപ്പിൽ പോലീസിന് ലഭിച്ചത് 2 പരാതികൾ മാത്രം. തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് ചിലർ വാഗ്ദാനം നൽകിയതായി സൂചന. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.